ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലബാർ ടെയിൽസ് എന്ന സിനിമയുടെ ഭാഗമായ രണ്ടുപേരാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. യെസ്. സോ ആദ്യം തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? ഓക്കെ, ഞാൻ ഡോക്ടർ പ്രീത അനിൽ. ഞാൻ ഈ മൂവിയിൽ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് 1998 മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം, മാരേജ് കഴിഞ്ഞിട്ട് സെറ്റിൽ ആവാൻ വരുന്നതാണ് കാലിക്കറ്റിൽ. അപ്പം മൈ ഹസ്ബൻഡ് വാസ് ഇൻ മൂവി ഫീൽഡ്, ബട്ട് ഹി വാസ് ഓൾസോ മെക്കാനിക്കൽ എഞ്ചിനീയർ. സോ ഹി ഹാഡ് ഹിസ് ഓൺ കമ്പനി. പക്ഷേ കോഴിക്കോടിൽ വന്നപ്പോൾ പാഷൻ മൂവീസ് ആണ്. അതിന് മുന്നേ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ 3 മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് അസിസ്റ്റന്റ് ഡയറക്ടർ. ദാറ്റ് ഈസ് യാദവം, കർമ്മ, രജപുത്രൻ. ഈ മൂവീസിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഹി ഓൾവേസ് വാണ്ടഡ് ടു ബി ഇൻ ദ മൂവി ഫീൽഡ്. പക്ഷേ ഓരോ സാഹചര്യം വെച്ച് നടന്നില്ല. ഹിസ് ഫാദർ വാസ് അഗെയിൻസ്റ്റ് ഹിസ് ആക്ടിങ് ഇൻ മൂവീസ്, സോ ഓർ വർക്കിംഗ് ഇൻ മൂവീസ്. സോ അത് വിട്ടിട്ട് ഫുൾ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്തു. ബട്ട് ദെൻ 1998 കഴിഞ്ഞിട്ട്, കുറച്ച് കാലം കഴിഞ്ഞിട്ട്, ഹി വാണ്ടഡ് ടു റിയലി വർക്ക് ടുവേർഡ്സ് മൂവി. ബിക്കോസ് കാലിക്കറ്റിൽ നമ്മൾ ബിസിനസ് വാസ് ഹാവിങ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ഓൾ. So he started working on it. കുറേ കാലം ഇതിൻ്റെ പിന്നാലെ, I can tell you almost 15 years ഒന്നും നടന്നില്ല. So after the corona we came a decision that സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഒരു ചെറിയ ഷോർട്ട് മൂവി വെച്ചിട്ടാണ് തുടങ്ങിയത്, ടു പുട്ട് ഇറ്റ് ഇൻ ടു എ കോമ്പറ്റീഷൻ. അവിടുന്ന് അങ്ങോട്ട് അത് നന്നായി വന്നപ്പോൾ ദെൻ ലെറ്റ് us do one more മൂവി എന്നായി. അങ്ങനെ വന്ന് ഇന്ന് ആഫ്റ്റർ I can say almost 25 to 30 years കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹാർഡ് വർക്ക് ഒരു സക്സസ്സിലേക്ക് എത്തുന്നത്. That is in the form of Malabar Tales. അത് ജനുവരി 3-നാണ് റിലീസ്. ഫിയോക്കാണ് റിലീസ് ചെയ്യുന്നത്. സോ ഒരു വലിയ ജേർണിയാണ്. അതിലൊരുപാട് കാര്യങ്ങൾ വേറെ, ആസ് യു ഗോ അലോൺ പറയാം. തുടക്കം അവിടെ നിന്നായിരുന്നു എന്ന് പറയാം. സോ ഇറ്റ് കെയിം ആസ് എ ഫാമിലി സെറ്റപ്പ്. ഹസ്ബൻഡിനെ കൂടെ ഞാൻ സപ്പോർട്ടിൽ വന്നു, ബിക്കോസ് വേറെ ആരും ഉണ്ടായിരുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ. മോള് വന്നു. മോള് പൂനെയിൽ നിന്ന് മൂവി ഫീൽഡിലാണ് വർക്ക് ചെയ്ത് ഡിഗ്രി എടുത്തത്. And then she wanted to also really work in the movie field. അവൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് മലയാളത്തിലെ ഫസ്റ്റ് പടം ഷാജൂൻ കരിയാലിൻ്റെ മൂവി മൃദുഭാവേ ദൃഢകൃത്യ, ആ മൂവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. അങ്ങനെ അവളും അച്ഛൻ്റെ കൂടെ ചേർന്നിട്ട് നമുക്ക് സ്വന്തം മൂവി ഉണ്ടാക്കാം എന്നുള്ള ഒരു രൂപത്തിലെത്തിയപ്പം ഞാനും അതിൻ്റെ കൂടെ നിന്നു. അത്ര തന്നെ. പിന്നെ മോന് വന്നു. പ്രൊഡക്ഷൻ വർക്കിലുള്ള കുറേ കാര്യങ്ങൾ അവനെ ഏറ്റെടുത്തു. പിന്നെ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. കുറേ നല്ല ആൾക്കാർ കോഴിക്കോടിൽ നമ്മളെ കൂടെ നിന്നു. ആക്ട് ചെയ്യാൻ താല്പര്യമുള്ളതും പിന്നിൽ വർക്ക് ചെയ്യാനും ഓരോരാളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇറ്റ് ബിക്കെയിം എ സീ ഓഫ് പീപ്പിൾ ലേറ്റർ ഓൺ. അത് ഇന്നൊരു എല്ലാവർക്കും കാണാനായിട്ടൊരു അടിപൊളി സംഭവമായിരിക്കും. ഇറ്റ്സ് എ വെരി നാച്ചുറൽ സെറ്റിംഗ്. അതിലാരും പേര് കേട്ട ആൾക്കാരില്ല. വെരി ഫ്യൂ പീപ്പിൾ ആർ ദേ, ലൈക്ക് അനിൽ ആൻഡോ, ശിവരാജ് ആൻഡ് അൻവർ, സാദിഖ്. അവരൊക്കെയാണ് കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാർ. ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. ബട്ട് മൂവി മൊത്തത്തിൽ നന്നായി വന്നിട്ടുണ്ട്. സോ ഒന്ന് കണ്ടിട്ട് നോക്കാം എന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് സുമന സുബിനി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒരു ഓൺ ക്യാമറ എക്സ്പീരിയൻസ് ആണ്. അനിൽ, പ്രീത ആൻഡ് ഫാമിലി വർഷങ്ങളായിട്ട്, ലാസ്റ്റ് 15 years ആയിട്ടുള്ള ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. സോ മൂവിയിലേക്കുള്ള വരവ് ഇതിനു മുമ്പ് അങ്ങനെ പല സ്ക്രിപ്റ്റ് ഐ ഹാവ് സീൻ ദെയർ ജേർണി. ലൈക്ക് പ്രീത പറഞ്ഞ പോലെ അവരുടെ ഈ ഒരു പേഷ്യൻസ് ആൻഡ് പെർസിവിയറൻസ്, ഒരു നമ്മുടെ പാഷന് വേണ്ടിയിട്ടുള്ളത്, ഞാനത് കണ്ട് ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവുക അനിലിൻ്റെയും പ്രീതയുടെയും. ആൻഡ് ഹൗ പ്രീത ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതും ആ പാഷനെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുമ്പം ഷീസ് എ വെരി ഇൻസ്പയറിങ് വുമൻ ഇൻ ദാറ്റ് വേ. സോ അങ്ങനെ അപ്പോൾ ഇവരുടെ ഫാമിലി കൂടെ പലപ്പോഴും നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് അയച്ചുതരും, ഡിസ്കഷൻ അങ്ങനെയൊക്കെ ഫ്രണ്ട്ലി രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞാനിവിടെയല്ല, വിശാഖപട്ടണത്താണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പം നാട്ടിലിങ്ങനെ വരുന്ന സമയത്തൊന്ന് ഒരു സാധനം ഒരു ക്യാരക്ടർ വെച്ച് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാഭാവികമായിട്ട് ട്രൈ ചെയ്തു വന്നു. പിന്നെ അതിനുശേഷം അതിൻ്റെ അകത്ത് ഈ 5 ഷോർട്ട് ഫിലിംസ് 5 സ്റ്റോറീസ് ആണല്ലോ പുട്ട് ടുഗെദർ ആസ് എ മൂവി, ആന്തോളജി മൂവി. അപ്പോൾ അതിലെ ഒരു 3 പാട്ടുകൾക്ക് ലിറിക്സ് എഴുതാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതും എന്താണ് വളരെ അവിചാരിതമായിട്ട് ഹി ആസ്ക്ഡ് can you try writing, so it is my first experience as a lyricist. പക്ഷേ പാട്ട് കേട്ടാൽ യു വിൽ റിയലി ലവ് ഇറ്റ്. വരികളായിക്കോട്ടെ, ഈണമായിക്കോട്ടെ, പാടിയതായിക്കോട്ടെ. ഇറ്റ്സ് എ വെരി സിൻസിയർ എഫേർട്ട് ഫ്രം എ പീപ്പിൾ, ഓൾ ന്യൂ കമേഴ്സ്, എല്ലാവരും കൂടി ചേർന്ന് വന്നതാണ്. 5 മൂവീസാണ് ഈ മലബാർ ടേസ്റ്റിലുള്ളത്.
5 വീടുകളിലെ 5 വ്യത്യസ്തമായ കഥകൾ, 5 ഇമോഷൻസ് ആണ്, 5 ജോണറാണ്, ഓരോന്നിലും ഓരോ പാട്ടുമുണ്ട്. ആൻഡ് എവറിത്തിങ് ഹാസ് വർക്ക്ഡ് ഔട്ട് ബ്യൂട്ടിഫുള്ളി വെൽ. അപ്പോൾ അതൊരു മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം, ഒരു ന്യൂ കമ്മിങ് പറയാം.